പെരുന്നാൾ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെന്ന കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ 24-നോട്. പെരുന്നാൾ ദിനത്തിൽ ഐക്യത്തിന്റെ പ്രതിജ്ഞ എടുക്കണം, രാജ്യത്തിനു വേണ്ടി ജനങ്ങൾ ത്യാഗവും ക്ഷമയും ഉള്ളവരാകണമെന്നും കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ദീപക് തർമ്മണം കോഴിക്കോടും തയ്യാറാക്കിയ റിപ്പോർട്ട്. SKN വെരി ഗുഡ് മോർണിംഗ്. ബലി പെരുന്നാൾ ആശംസകൾ നമ്മുടെ പ്രേക്ഷകർക്കും SKNനും. ഞാനിപ്പോൾ ഉള്ളത് ഉസ്താദിനൊപ്പമാണ്. കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ ഗ്രാൻഡ് മുഫ്തിക്ക് ഒപ്പമാണുള്ളത്. എല്ലാ പെരുന്നാളിനും നമ്മളോടൊപ്പം ഉസ്താദ് ചേരാറുണ്ട്. ഉസ്താദ്, ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ. അപ്പം ഉസ്താദിൻ്റെ സന്ദേശം പ്രേക്ഷകരോട് ഈ പെരുന്നാൾ ദിനത്തിൽ പറയാനുള്ളത്. പെരുന്നാൾ ദിനം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും സന്തോഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാ രാജ്യത്തും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനവിഭാഗങ്ങളും ഒത്തൊരുമിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിൽ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. ഐക്യവും സന്തോഷവും അതാണ് നിലനിൽക്കുന്നത്. ആ ഐക്യത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി എല്ലാവരും പ്രതിജ്ഞയെടുക്കുക. അതാണ് ഈ പെരുന്നാൾ ദിനത്തിൽ വേണ്ടത്. ഈ ത്യാഗത്തിൻ്റെ ഒരു സ്മരണ പുതുക്കൽ കൂടിയാണല്ലോ ഈ പ്രത്യേകിച്ചും ബലി പെരുന്നാൾ. ഈ മനുഷ്യന്മാർ ത്യാഗം, സഹനം, ക്ഷമിക്കൽ അതൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലം കൂടിയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ മകനും ഉള്ള സംഭവം, അതുപോലെ അവിടുത്തെ ഭാര്യയായ സാറ ബീവിയുമായുള്ള സംഭവം, ഈ സംഭവങ്ങളൊക്കെ അനുസ്മരിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് ഹജ്ജ് കർമ്മത്തിൽ ഉള്ളത്. അത് ലോകത്തെ പഠിപ്പിക്കുന്നത് ജനങ്ങൾ എല്ലാവരും ത്യാഗം ചെയ്യുന്നവരാകണം. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവരും ക്ഷമാശീലരും ആവണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് ജനങ്ങളെല്ലാം വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിച്ച് ഉയർന്ന് വലിയ ആളുകളാവാൻ ശ്രമിക്കുന്ന ഒരു ചുറ്റുപാട് ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അത് ഒരിക്കലും പാടില്ല എന്നും, മറിച്ച് ത്യാഗം സഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ സ്നേഹം കൈവരിക്കുകയും ചെയ്യുക, അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കുക, ഇതാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് എല്ലാവരും നല്ല ത്യാഗ സന്നദ്ധതക്ക് പ്രതിജ്ഞയെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഈ യാചകന്മാരും എല്ലാം വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ യാചകന്മാരെ വർദ്ധിക്കാൻ അനുവദിച്ചുകൂടാ. എല്ലാവർക്കും തൊഴിലുണ്ടാക്കി കൊടുക്കുകയും തൊഴിലെടുക്കാൻ പ്രേരിപ്പിക്കുകയും വേണം. പിന്നെ ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്. അവരെ നാം പ്രത്യേകമായി പരിഗണിക്കുകയും അവരുടെ വിദ്യാഭ്യാസവും തൊഴിലും കണ്ടെത്തുന്നതിൽ ജനങ്ങളും ഗവൺമെൻറ്റും എല്ലാവരും പരിശ്രമിക്കുകയും വേണം എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ എല്ലാവിധ ആശംസകളും 24-ൻ്റെ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ചും അത് നടത്തിവന്ന ശ്രീകണ്ഠൻ നായർക്കും പ്രത്യേകമായ ആശംസകൾ അറിയിക്കുകയാണ്. ഉസ്താദ്, ഈ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിലമ്പൂരിൽ. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട, പെരുന്നാളും കഴിയട്ടെ.